ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഒഴിച്ച് കറിയുടെ റെസിപ്പിയുമായിട്ടാ. നമ്മളത് ചോറിൻ്റെ കൂടെ ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഐറ്റം റെഡിയാക്കാമെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളതേ മാങ്ങ വെച്ചിട്ട് നല്ലൊരു അടിപൊളി കറി റെഡിയാക്കി എടുത്താലോ. നമുക്ക് ചോറിൻ്റെ കൂടെ വേറൊരു കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് ഇത്. ഒരു തവണ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമ്മളിത് റെഡിയാക്കി എടുക്കും. അത്ര അടിപൊളിയാണ് ഈ ഒരു കറി. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു പച്ചമാങ്ങ വെച്ചിട്ട് നല്ലൊരു ചമ്മന്തിയുടെ റെസിപ്പി ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന പിള്ളേർക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒത്തിരി പേര് കണ്ടിട്ട് നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോസ് ആട്ടോ. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇതാ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് മാങ്ങ ഇതേപോലെ നീളത്തിൽ നമ്മളൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഈ ഒരു രീതിക്ക് പെട്ടെന്നൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ വെന്ത് കിട്ടുന്ന രീതിയിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് എങ്ങനെയാണിത് കറി റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അല്പം ഉലുവ. ഇനി നമുക്കിതിലേക്ക് 2 തണ്ട് കറിവേപ്പില, ചുവന്നുള്ളി, എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക്. നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് സോഫ്റ്റായിട്ട് വരണം. ഇനി ഇതിലേക്ക് ഞാൻ ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത്, ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഫ്ലെയിം ഒന്ന് നല്ലപോലെ കുറച്ച് വെച്ചിട്ട് അവിടെ പൊടിയുടെ പച്ചമണം ഒന്ന് മാറി വരുന്നവരെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞെടുത്ത മാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതാ നമ്മൾ മാങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വെന്ത് വരാനുള്ള വെള്ളം കൂടെ ഒഴിച്ച് നമുക്കൊന്ന് മൂടി വെക്കാം. അപ്പോഴേക്കും നമുക്കിതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം. നമ്മുടെ മാങ്ങ നല്ല പോലെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വെന്ത് വരും. ചെറിയ രീതിക്കാണ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതൊന്ന് മൂടി വെക്കുക. റെഡി. അപ്പോൾ ഇനി നമ്മളിതാ അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരല്പം മഞ്ഞൾപ്പൊടി, 1 തണ്ട് കറിവേപ്പില, 1 പിടിയോളം ഉണക്കച്ചെമ്മീൻ കഴുകിയിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ പെരുംജീരകം, 2-3 വെളുത്തുള്ളി, പിന്നെ നമുക്ക് 1 പിഞ്ചളവിൽ നല്ല ജീരകം, 2 ജീരകവും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചുവന്നുള്ളി വേണമെങ്കിൽ ചേർത്തെടുക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല, നമ്മൾ ഓൾറെഡി മാങ്ങയിൽ ചുവന്നുള്ളി ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചു കൊണ്ടുവരാം. വെള്ളം നമുക്ക് മിക്സർ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം വെള്ളം ചേർക്കാം. ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല. കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്കിതാ നമ്മുടെ ഈ ഒരു അരപ്പങ്ങ് ഒഴിച്ചു കൊടുക്കാം. നല്ല പോലൊന്ന് തിളച്ച് വരട്ടെ. നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുക്കാം. തിളച്ച് ഒന്ന് റെഡിയായി വരട്ടെ. നമ്മുടെ മാങ്ങ വെന്ത് കുഴഞ്ഞു പോവാത്ത രീതിയിൽ വേണം നമ്മൾ ഈ ഒരു കറി റെഡിയാക്കി എടുക്കാൻ കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ തന്നെ നമുക്ക് കോരി ഒഴിക്കുമ്പോൾ കിട്ടണം. പിന്നെ ഇത് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ മാങ്ങ കറി ഇവിടെ റെഡിയായി. കണ്ടില്ലേ. ഇനി ഇതൊന്നും കൂടെ വറ്റിച്ചെടുക്കണമെങ്കിൽ നമുക്കിത് വറ്റിച്ചെടുക്കാം കേട്ടോ. അതല്ല ഇതേപോലെ കറിയായിട്ട് ഒഴിച്ച് കറിയായിട്ട് വേണമെങ്കിൽ ഈ ഒരു രീതിക്ക് നമുക്ക് എടുക്കാവുന്നതാണ്. കണ്ടല്ലോ. ഇനി ഇത് നമ്മൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൺചട്ടിക്ക് നല്ല ചൂടുണ്ടാവും. ഒന്നും കൂടെ ഒന്ന് വറ്റി തിക്കായിട്ട് വരും നമ്മുടെ കറി. കണ്ടല്ലോ, നല്ലൊരു സ്മെല്ലാട്ടോ. നമ്മുടെ ആ ഒരു വെന്ത് വരുന്ന മസാലയിൽ നമ്മുടെ ഉണക്കച്ചെമ്മീൻ ചേർത്ത് കൊടുത്തപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റും നല്ല അടിപൊളി സ്മെല്ലും കേട്ടോ കറിക്ക്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമുക്ക് ചോറുണ്ണാൻ ഈ ഒരു കറി മാത്രം മതി, ഒരു ഒഴിച്ച് കറിയായിട്ട് നമുക്ക്
അപ്പോൾ ഇനി നമുക്കിത് ഇറക്കി വെച്ചിട്ട് നമുക്കിതിലേക്കുള്ള താളിപ്പൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. നമ്മളിതാ കറി താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വളരെ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു പിഞ്ചളവിൽ ഉലുവ നമ്മൾ താളിക്കുമ്പോൾ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് കേട്ടോ. ഇതിലേക്ക് 2 വറ്റൽ മുളക്, കറിവേപ്പില, കുറച്ച് ചുവന്നുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റിയെടുത്ത് വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു ചെമ്മീൻ, ഉണക്ക ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കാം. എണ്ണയിൽ കിടന്ന് ഒന്ന് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് കറിയിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. നല്ലപോലെ ഒന്ന് മൊരിഞ്ഞു വരും. ഇനി ഞാനിതാ ഒരു പിഞ്ചളവിൽ മുളക് പൊടി, നല്ലൊരു ടേസ്റ്റ് ആട്ടോ നമ്മുടെ കറിയിൽ മുളക് പൊടി ചേർന്ന് കഴിഞ്ഞാൽ. ഇനി നമുക്കിത് നമ്മുടെ കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് ഈ കറി ഒന്ന് മൂടി വെക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ആ ഒരു ഫ്ലേവർ ശരിക്കും ഇതിലേക്ക് അങ്ങ് ഇറങ്ങി കിട്ടുള്ളൂ. പിന്നെ ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കറിയായിട്ട് അടിപൊളിയായിട്ട് എടുക്കാം കേട്ടോ. ഇത് 2 ദിവസം 3 ദിവസമൊക്കെ നമുക്ക് ഈ ഒരു കറി സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും കേട്ടോ. കാരണം മാങ്ങ പുളിയുള്ളത് കൊണ്ട് കേട് വരത്തില്ല. ഇതേപോലെ നമുക്ക് റെഡിയാക്കി വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിതൊന്ന് മൂടി വെക്കട്ടെ. ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മാങ്ങ ചെമ്മീൻ കറി ഇവിടെ റെഡിയായി. കണ്ടില്ലേ, നല്ല അടിപൊളി ടേസ്റ്റാട്ടാ. ഞാനിത് വൈകിട്ടാണ് റെഡിയാക്കി വെക്കുന്നത്. തലേ ദിവസത്തിന് റെഡിയാക്കി വെച്ചിട്ടുള്ളതാട്ടാ. പിറ്റേ ദിവസം നമ്മൾ എടുക്കുമ്പോൾ ഡബിൾ ടേസ്റ്റിലാണ് നമുക്ക് ഈ ഒരു കറി ഉണ്ടാവുക കേട്ടോ. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മാങ്ങ ഒട്ടും ഉടഞ്ഞു പോവാതെ വേണം നമ്മൾ ഈ ഒരു കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കും കൂടെ അറിയിക്കട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.